സമ്മർദ്ദത്തിലാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയുടെ സഹായം തേടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 3 ദിവസത്തെ ചൈന സന്ദർശനത്തിലെ ട്രംപ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി നടത്തുന്ന ചർച്ചകൾ ഏറെ നിർണായകമാണ്. ചൈന ഇറാനെ വീണ്ടും സമാധാന ചർച്ചകൾക്ക് പ്രേരിപ്പിച്ചേക്കാമെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ട്രംപിന്റെ വാക്കുകേട്ട് ഇറാനെ കൈവിടാൻ ചൈന തയ്യാറാകുമോ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാന്റെ ആണവ പദ്ധതികളെയും മിഡിൽ ഈസ്റ്റിലെ അവരുടെ സൈനിക ഇടപെടലുകളെയും തടയുക എന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന വിദേശ നയങ്ങളിൽ ഒന്നാണ്. ട്രംപിന്റെ ഉപരോധങ്ങൾ മറികടന്ന് ഇറാന്റെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം ചൈനയാണ്. ചൈന ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ അത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കും. ഇതാണ് ചൈനയുടെ സഹായം തേടാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ചൈന കൂടുതൽ സജീവമായി പങ്കുവഹിക്കണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള താൽപര്യങ്ങളുടെ സംഘർഷം സമാധാനപരമായി കൈകാര്യം ചെയ്യേണ്ടത് ആഗോള സ്ഥിരതയ്ക്ക് ആവശ്യമാണെന്ന് മാർക്കോ റൂബിയോ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ചൈന തയ്യാറാകണം. അന്താരാഷ്ട്ര കപ്പൽ പാതകളിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ കാരണം അവർ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുകയാണെന്ന കാര്യം ചൈന അവരെ ബോധ്യപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ പ്രശ്നം പരിഹരിക്കേണ്ടത് ചൈനയുടെയും ആവശ്യമാണെന്ന് റൂബിയോ പറയുന്നുണ്ട്. ഹോർമുസിലെ പ്രതിസന്ധികൾ ചൈനയുടെ കയറ്റുമതിയെയും ഇന്ധനത്തിനായി പാതി ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ അമേരിക്ക വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ചൈന ഇറാനെ കൈവിടില്ല എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാനും ചൈനയും തമ്മിൽ ശക്തമായ നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധമാണ് ഉള്ളത്. 25 വർഷത്തെ വൻകിട തന്ത്രപ്രധാനമായ പങ്കാളിത്ത കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. ചൈനയുടെ വികസന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭത്തിലും ഇറാന് വലിയ സ്ഥാനമാണുള്ളത്. അമേരിക്കൻ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ ആശ്രയിക്കുന്നത് ചൈനയുടെ വിപണിയെയാണ്. അതിനാൽ തന്നെ ട്രംപ് മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ ചൈന കണക്കിലെടുക്കുമോ എന്ന കാര്യം സംശയമാണ്. ഹോർമുസ് കടലിടുക്ക് എപ്പോഴും തുറന്നു കിടക്കണമെന്നത് ചൈനയ്ക്കും വളരെ പ്രധാനമാണ്. ചൈനയ്ക്ക് ആവശ്യമായ എണ്ണ തടസ്സങ്ങൾ കൂടാതെ ലഭിക്കാൻ ഇത് അനിവാര്യമാണ്. അമേരിക്കയുടെ ശ്രദ്ധ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളിലായതിനാൽ ഏഷ്യ പസഫിക് മേഖലയിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനും ചൈന ശ്രമിക്കുന്നു. ചൈനയിലെ വലിയ ബാങ്കുകൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കാൻ ട്രംപിന് സാധിക്കും. പക്ഷേ ഇതുവഴി അമേരിക്കയ്ക്കും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്.